ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, നമ്മൾ വൈൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ മുന്തിരി നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്തിരിങ്ങ പല ആവർത്തി നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. കാര്യം വിഷമൊക്കെ അടിച്ച് വരുന്നതല്ലേ, അതുകൊണ്ട് ഞാനും അച്ഛനും കൂടിയാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് കുറേയൊക്കെ നമ്മൾ അകത്താക്കുന്നുമുണ്ട് കേട്ടോ. നമ്മൾ 1.5 കിലോ മുന്തിരിങ്ങയാണ് ഇവിടെ എടുത്തത്. അതിനകത്ത് നിന്ന് പകുതിയും വയറ്റിലോട്ട് നമ്മൾ പോയി. നല്ല നല്ല പുളിയുള്ള മുന്തിരിങ്ങയാണ്. നമ്മൾ കഴുകി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. കുറേ ദിവസമായി വൈൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ വൈൻ ഇടുന്നതിന് ഒരു ദിവസം മുന്നേ ഈ വാങ്ങിച്ച് വെച്ചതാണ് മുന്തിരിങ്ങ. ഓക്കെ, നമ്മളിത് ഈ ഭരണിയാണ് നമ്മൾ വൈൻ ഇടാനായിട്ട് നമ്മൾ എടുത്തത്. കഴുകി വൃത്തിയാക്കി, ഇതിനകത്ത് വെള്ളമായി ഒന്നും കാണാൻ പാടില്ല. ഇത് പണ്ട് മുതലേ നമ്മുടെ കയ്യിലുള്ള ഭരണിയാണ്. ഓക്കെ, നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ മുന്തിരിങ്ങ നമ്മുടെ ഭരണിയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മുടെ സ്പൈസസ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 1/2 കിലോ പഞ്ചസാരയാണ് എടുക്കുന്നത്. അത്യാവശ്യം വൈനല്ലേ, കുറച്ച് ദിവസം ഇരിക്കേണ്ടതല്ലേ, നല്ല പുളിയുള്ള മുന്തിരിക്കയും കൂടെ ആയതുകൊണ്ട് നമ്മൾ 1/2 കിലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുക. നമ്മളിവിടെ 1.5 കിലോ മുന്തിരിങ്ങയ്ക്ക് 1/2 കിലോ പഞ്ചസാര, ആ ഒരു കണക്കിലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അത് അടുത്ത ഐറ്റം, നമ്മുടെ മെയിൻ ഐറ്റം ഈസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. നമ്മളിത് ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള മുന്തിരിങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചൂട് ആറിയ വെള്ളം ഒരു കണക്കിനനുസരിച്ച് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ അതിനകത്തോട്ട് ഇട്ടത്. ഇനി നമുക്ക് നല്ല വൃത്തിയുള്ളൊരു വെള്ള തുണി വെച്ച് നമുക്ക് ഇനി ഇത് നന്നായിട്ട് മൂടി കെട്ടി വെക്കുക. ഇത്രയുള്ള നമ്മുടെ വൈൻ. ഇനി നമുക്കിത് ക്രിസ്മസിൻ്റെ തലേന്ന് ഒരു 21 ദിവസമൊക്കെ ഇരുന്നാൽ മതി. അത് കഴിയുമ്പോഴത്തേന് നമുക്കെടുക്കാം. നമ്മൾ 2 ദിവസം കൂടുമ്പം ഇതെടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പം പുതിയ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളും ക്രിസ്മസ് ഒക്കെ അല്ലേ, വൈനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കുക. അപ്പം അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.